ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ളോഗ്. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു. ഈ ടണലിൽ കൂടെ എങ്ങോട്ടാ യാത്ര എന്നല്ല നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. ഈ ടണൽ ഇന്ത്യയിലാണോ യു എയിലാണോ എന്നുള്ളതല്ലേ നിങ്ങളുടെ അടുത്ത കൺഫ്യൂഷൻ. അധികം ചിന്തിക്കേണ്ട, ഇത് യു എയിൽ തന്നെയാണ്. യു എയിലെ ഷാർജ എമിറേറ്റിലുള്ള കോർഫക്കാൻ റോഡിലൂടെ പോയിട്ടുള്ള ഷീസ് പാർക്കിലാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഈ ടണൽ കഴിഞ്ഞാൽ നല്ല അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ്. ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീക്കെൻഡ് അടിച്ച് പൊളിക്കാനോ ഹോളിഡേയ്സ് അടിച്ച് പൊളിക്കാനോ പറ്റിയ പ്ലേസാണ്. ഇവിടെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ, ബാർബിക്യൂ ചെയ്യാനുള്ള പ്ലേസ്, ക്യാമ്പിങ്ങിനുള്ള പ്ലേസൊക്കെ ഉണ്ട്. എൻട്രി ഫീ ആണെങ്കിലോ വളരെ ചെറുതാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ ടണൽ കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണെന്ന്. ഇപ്പം എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? യു എയിലെ മറ്റെല്ലാ സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഈ ഏരിയ കുറച്ചും കൂടി നമുക്ക് കേരളം ഓർ തമിഴ്നാടായിട്ട് റിലേറ്റബിൾ ആണ്. മാത്രമല്ല യു എയുടെ പോലെയല്ല ഇവിടുത്തെ ഒരു പ്രദേശം. ഫുള്ള് മലകളും കുന്നുകളും ചെറിയ ചെറിയ താഴ്വാരങ്ങളും മാൻമെയ്ഡ് അരുവികളൊക്കെ ആയിട്ട് വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പം നമുക്ക് പാർക്കിംഗ് പ്ലേസിലേക്ക് പോവാല്ലേ. ഇവിടെ എൻട്രൻസ് ഫീ വളരെ കുറവാണ്. വെറും 5 ദിർഹമുള്ളൂ ഒരാൾക്ക് എൻട്രൻസ് ഫീ ആയിട്ട് വരുന്നത്. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പതുക്കെ അങ്ങോട്ട് നടന്നു പോവാണ്. ഇവിടെ തന്നെ റെസ്റ്റ് ഏരിയ, പാർക്കിങ്ങിനുള്ള പ്ലേസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പാർക്ക് ചെയ്തിട്ട് നമുക്ക് പതുക്കെ എൻട്രൻസിലേക്ക് നടക്കാം. ഇതിനടുത്ത് തന്നെ നിസ്കരിക്കാനും പ്രാർത്ഥനയ്ക്കും ആയിട്ടുള്ള പ്ലേസും ഉണ്ട്. ഇനി ഇതിൻ്റെ എൻട്രൻസിൽ പോയപ്പോൾ നല്ല ക്യൂ ആയിരുന്നു. നമ്മളെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് പേയ്മെൻറ്റും കഴിഞ്ഞ് നമുക്ക് ഇതിനകത്തേക്ക് കയറാം. ഇതുപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കുറേ പച്ചപ്പും ഒക്കെയാണ് ഇതിൻ്റെ ഉള്ള പ്രത്യേകത. ഇതൊക്കെ മാൻമെയ്ഡും ആണ്. മാത്രമല്ല നമുക്കിവിടെ വന്നിട്ട് കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലേസസ് ഉണ്ട്. കണ്ടില്ലേ, ചെറിയ ചെറിയ മാൻമെയ്ഡ് വെള്ളച്ചാട്ടങ്ങളും ചെറിയ അരുവികളും കാണാൻ എന്ത് രസമല്ലേ. യു എയിലെ ആ ഫ്രസ്ട്രേറ്റഡ് ലൈഫിൽ നിന്നും നമുക്ക് ഇടയ്ക്കൊക്കെ വന്ന് ഒരു റിലാക്സേഷന് പറ്റിയിട്ടുള്ള ബെസ്റ്റ് പ്ലേസാണ് ഇവിടെയൊക്കെ. ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഹോളിഡേയ്സ് ആയതിൻ്റെ തിരക്കാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് തിരക്കൊന്നുമില്ല. ഇവിടെ ബാർബിക്യൂ ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്ലേസസ് ഒക്കെ ഉണ്ട്. നമുക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള ഐറ്റംസ് കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ തന്നെ ബാർബിക്യൂ സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. കണ്ടല്ലേ, നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ അടിപൊളി പ്ലേസസ് ഉണ്ട് ഇവിടെ. മാത്രമല്ല നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ടും കുറേ ഏരിയാസ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ആംഫി തിയേറ്റർ പോലെ കുറേ പ്ലേസസും ഉണ്ട്. കണ്ടില്ലേ, ഇവിടെയൊക്കെ നമുക്ക് ഇന്ന് റെസ്റ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നടത്തുകയും ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു സെക്ഷനിൽ നിന്നുള്ള വ്യൂ. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറി ഇതിൽ നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല ഭംഗിയല്ലേ, കുറേ മലകളും ആ മലകളിൽ തന്നെ നിഴലടിച്ചിട്ട് പല പല ഷെയ്ഡും. അവരെന്ത് രസമായിട്ടാണല്ലേ മലകളൊക്കെ ഇങ്ങനെ വെട്ടി നിരത്തി വെച്ചേക്കുന്നത്. നല്ല അടുക്കി അടുക്കിയിട്ടുള്ള മലകൾ പോലെ. ഇവിടെ കുറേ മലകളും ഇങ്ങനെ കുറേ നടക്കാനുള്ള പ്ലേസ്, കുറേ റെസ്റ്റ് ചെയ്യാനുള്ള പ്ലേസ്, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഭയങ്കര ഒരു റിഫ്രഷിങ് ഫീലാണ് ഇവിടെ വരുമ്പോൾ. നമ്മളിങ്ങനെ കുറേ നടന്ന് ടോപ്പിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് താഴേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് വളരെ അടിപൊളി വ്യൂ ആണ്. ഫുള്ള് മലകളാണ്. ഒരു തവണയെങ്കിലും നിങ്ങളിവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. നല്ല വ്യൂ ആണ് ഇതിൻ്റെ ടോപ്പിൽ കയറി കഴിഞ്ഞാൽ. ഈ മലകളും ആകാശവും മേഘങ്ങളും ഒക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ പതുക്കെ താഴോട്ട് ഇറങ്ങി. അവിടെ പ്ലേ ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോയി. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.